മറ്റൊരു മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ റോമാ ലേഖനത്തിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ മുഖവുരയായിട്ട് ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഏത് രീതിയിലാണ് ഈ എപ്പിസൽ അല്ലെങ്കിൽ ഈ ലേഖനം അടുക്കിയിരിക്കുന്ന ദൈവം ആ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇത് പ്രധാനമായിട്ട് ഉപദേശമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് മനുഷ്യനെ ട്രാൻസ്ഫോം ചെയ്യുന്നു എന്നും കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിച്ചു. ഇതിൻ്റെ മുഖവുരയായി പറയാനായിട്ട് റോമൻ നഗരത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. ആദ്യം ചിന്തിക്കണം, പൗലോസ് ഒരിക്കലും തന്നെ റോമയിൽ ഈ ലേഖനം എഴുതുന്നതിന് മുമ്പ് പോയിരുന്നില്ല. ഇത് വിശ്വാസികളെ സംബന്ധിച്ച് വിശ്വാസികളെ ഉദ്ദേശിച്ചാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആ റോമയുടെ ആ പശ്ചാത്തലത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ റോമൻ നഗരത്തെക്കുറിച്ച് പറയുന്നത് ലോകത്തിൻ്റെ റാണിയെന്നും ശാശ്വത നഗരമെന്നും ഒക്കെ അറിയപ്പെട്ടിരുന്നു. BC 753 ടൈബർ നദിയുടെ മുഖത്ത് നിന്ന് 15 മൈൽ ഉള്ളിലായിട്ട് പണിയപ്പെട്ട ഒരു നഗരമാണ് ഈ റോമ നഗരം. അത് റീമസ് റോമുലസ് എന്ന 2 സഹോദരന്മാർ ഇത് സ്ഥാപിച്ചു എന്നാണ് ഐതിഹ്യം. ഇവിടുത്തെ ജനസംഖ്യ ഏകദേശം ആ സമയത്ത് 12 ലക്ഷമായിരുന്നു എന്ന് എഡ്വേർഡ് ഗിബ്ബൺ എന്ന് പറയുന്നൊരു ഹിസ്റ്റോറിയൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു റോമൻസ് ഫോറം എന്ന് പറഞ്ഞ ഒരു 300 അടി നീളവും 150 അടി വീതിയുമുള്ള ഒരു കൺസ്ട്രക്ഷനായിരുന്നു, ഒരു സ്ഥാപനം, ഒരു റോമൻ ഫോറം അവിടെ ഉണ്ടായിരുന്നു. അവിടെ ആയിരുന്നു പലപ്പോഴും തീരുമാനങ്ങൾ ഒക്കെ എടുത്തിരുന്നത്. തീത്തോസ് റോമ കൈസർ ആയതിനു ശേഷം നഗരത്തിലെ കൊലോസിയം എന്ന പേരിൽ വിസ്തൃതമായൊരു രംഗസ്ഥലം ഉണ്ടായിരുന്നു. ആ സമയത്ത് അറിയാം, പീഡനങ്ങൾ ഉള്ള സമയത്ത് ക്രിസ്ത്യാനികളെ ഈ കൊലോസ്യത്തിൽ വെച്ച് ക്രൂരമായി വധിച്ചു. അത് മൃഗങ്ങളുടെ മുമ്പിൽ കളിക്കാനായിട്ട് അവരെ കൊണ്ടുവന്ന് മൃഗങ്ങളുമായിട്ടുള്ള യുദ്ധത്തിൽ മൃഗങ്ങൾ വന്ന് കൊന്നുകളഞ്ഞതും, അതുപോലെ ഇത് രസിക്കാനായിട്ട് അനേകമായിരങ്ങൾ അവിടെ കൂടിയിരുന്ന സജ്ജീകരണങ്ങളും എല്ലാം ഉള്ളതായിട്ട് നമുക്ക് അറിയാം. പൊതുവെ ഈ ജനങ്ങളൊക്കെ തന്നെ വിഗ്രഹാരാധികളായിരുന്നു. അവർ അശുദ്ധിയിലും പാപ അന്ധകാരത്തിലും മുഴുകി. അതുകൊണ്ട് ആ സ്ഥലത്ത് ഒരുപാട് ടെമ്പിൾസ്, ഗ്രീക്ക് ഗോഡസസിനെ, ഗ്രീക്ക് ദൈവങ്ങളെ വർഷിപ്പ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ആലയങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് പൗലോസ് ഈ ലേഖനം എഴുതുന്നവരെയും റോമ സന്ദർശിച്ചിട്ടില്ല. 1:13 എഴുതിയിരിക്കുന്ന, എനിക്ക് ജാതികൾ നിങ്ങൾ വല്ല ഫലവും ഉണ്ടാകേണ്ടത് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചുവെങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നു. ഈ റോമയിൽ ഈ പൗലോസ് നേരത്തെ പോയിട്ടില്ല. അന്നേരം ആരാണ് ഈ റോമ സഭ സ്ഥാപിച്ചത്? പൗലോസ് ഈ ലേഖനം ഇത്രയും ഡീറ്റെയിൽഡായിട്ടൊരു ലേഖനം ഈ ഉപദേശ രൂപേണ എഴുതുമ്പോൾ ഇതാരാണ് സ്ഥാപിച്ചത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരും. അപ്പോസ്തലനായ പൗലോസ് റോമയിൽ സഭ സ്ഥാപിക്കുകയും 25 വർഷം അതിൻ്റെ അധ്യക്ഷനായിരിക്കുകയും, അപ്പോസ്തലനായ പത്രോസ് റോമ സ്ഥാപിക്കുകയും 25 വർഷം അതിൻ്റെ അധ്യക്ഷനായിരിക്കുകയും ചെയ്തു എന്നൊരു ചിന്ത, അഭിപ്രായമുണ്ട്. അതുമാത്രമല്ല, വേറൊരു ചിന്ത വന്നിരിക്കുന്നത്, പെന്തക്കോസ് ദിനത്തിൽ റോമയിൽ നിന്ന് ആൾക്കാർ യെരുശലേമിൽ ചെന്നിരുന്നു. പെന്തക്കോസ് അപ്പോസ്തല പ്രവൃത്തി 2:10 അതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. പെന്തക്കോസ് നാളിൽ യെരുശലേമിൽ പല ഭാഗങ്ങളിൽ നിന്ന് ആൾ വന്നിരുന്നു എന്ന്. എന്നാൽ അവർ മടങ്ങിപ്പോവുകയും അവരുടെ പ്രവർത്തനത്തിൽ റോമൻ സഭ ഉണ്ടായി എന്നൊരു ചിന്തയുണ്ട്. 2-3 ചിന്ത ഇതുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ആദ്യം പറയാം, പത്രോസ് റോമയിൽ സഭ സ്ഥാപിച്ചു എന്ന്. രണ്ടാമത് പറയുന്നത് ഇങ്ങനെ റോമയിലെ ആളുകൾ യെരുശലേമിൽ ചെന്നു, അവിടെ പെന്തക്കോസ് ദിനത്തിൽ അവർ കർത്താവിനെ അറിഞ്ഞ് അവർ തിരിച്ചു വന്ന് സഭ സ്ഥാപിച്ചു എന്നും. മൂന്നാമതായി, റോമിൽ കുടിയേറി പാർത്ത ക്രിസ്ത്യാനികൾ, അവർ പല സമയങ്ങളിലായിട്ട് വന്ന് കുടിയേറി പാർത്ത ക്രിസ്ത്യാനികളാണ് ഇവ സഭ സ്ഥാപിച്ചതെന്നൊരു ചിന്തയുണ്ട്. എന്നാൽ നമുക്ക് ഈ ചിന്തകളെ നമുക്കൊന്ന് ഡീറ്റെയിൽഡായിട്ടൊന്ന് പഠിക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത്, പത്രോസ് റോമയിൽ പോയിട്ട് അവിടെ സ്ഥലം സ്ഥാപിച്ച് 25 വർഷം അതിൻ്റെ അധ്യക്ഷനായിരുന്നു എന്നുള്ള ചിന്തയാണ്. ശരിക്കും
പത്രോസ് റോമസഭ സ്ഥാപിക്കുകയോ അവിടെ ബിഷപ്പ് 25 വർഷമായിരുന്നു അവകാശപ്പെടുന്നത് ശരിയായിട്ടുള്ള കാര്യമില്ല. കാരണം യെരുശലേം സുന്നഹദോസിൻ്റെ സമയം AD 49 അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പത്രോസ് യെരുശലേമിലുണ്ടായിരുന്നു. പൗലോസ് റോമാലേഖനം AD 58 ലേഖനം എഴുതുന്നത്. അപ്പോഴ് പത്രോസ് റോമിലില്ലായിരുന്നു. കാരണം പത്രോസ് റോമിലുണ്ടായിരുന്നെങ്കിൽ പൗലോസ് പലർക്കും വന്ദനം പറയുന്ന കൂട്ടത്തിൽ പത്രോസിന് വന്ദനം പറയാതിരിക്കുകയില്ലായിരുന്നു. പത്രോസിനെ അവിടെ വിട്ടുകളയില്ലായിരുന്നു. കൂടാതെ പത്രോസ് ഈ സഭ സ്ഥാപിച്ചെങ്കിൽ റോമർ 15:20 അനുസരിച്ച് പൗലോസ് ഈ ലേഖനം അവർക്ക് അയക്കുകയില്ലായിരുന്നു. റോമർ 15:20 ഇങ്ങനെയാണ് പറഞ്ഞത്: ഞാൻ മറ്റൊരുവൻ്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തല്ല, അവനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്ന പോലെ എത്ര സുവിശേഷം അറിയിക്കാൻ അഭിമാനിക്കുന്നു. അപ്പോൾ പത്രോസ് അവിടെ ചെന്നൊരു സഭ സ്ഥാപിച്ചെങ്കിൽ അതിൻ്റെ മേളിൽ പണിയാൻ വേണ്ടി അല്ല ഞാനിത് എഴുതുന്നത് എന്ന് പറഞ്ഞിട്ട് പൗലോസ് ഇങ്ങനെ എഴുതത്തില്ലായിരുന്നു. 15:20 അങ്ങനെയാണ് പറയുന്നത്. വീണ്ടും ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പൗലോസ് ഗലാത്യർക്ക് എഴുതുന്നതിനകത്ത്: നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തലത്തിനായി പത്രോസിനോടുകൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെ വ്യാപരിച്ചുകൊണ്ട് പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിൽ സുവിശേഷഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിൽ സുവിശേഷഘോഷണം പരമേൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ പൗലോസ് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത് പത്രോസ് ചെയ്തുകൊണ്ടിരുന്ന വേല എന്ന് പറയുന്നത് പരിച്ഛേദനക്കാരുടെ ഇടയിലുള്ള വേല, യഹൂദന്മാരുടെ ഇടയിലുള്ള വേല. എന്നാൽ പത്രോസ് റോമ സഭ സ്ഥാപിച്ചല്ല എന്ന് പറയാനുള്ള കാരണം അവിടെ പരിച്ഛേദനക്കാരെക്കായും കൂടുതൽ ജാതികളായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല പൗലോസ് റോമയിലെ കാരാഗ്രഹത്തിൽ നിന്ന് അയക്കുന്ന കാലം വരെ, ദാറ്റ് ഈസ് AD 62, പത്രോസ് റോമയിൽ ചെന്നിരിപ്പാൻ ഇടയില്ല. കാരണം കാരാഗ്രഹ ലേഖനങ്ങളിൽ റോമിലുള്ള പലരുടെയും പേരുകൾ വന്ദനം ചെയ്ത കൂട്ടത്തിൽ പത്രോസിൻ്റെ വന്ദനവും കാണുന്നില്ല. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം, പത്രോസ് അല്ല ഇത് സ്ഥാപിച്ചത് എന്ന് ചിന്തിക്കാം. പെന്തക്കോസ്ത് ദിവസം യെരുശലേമിൽ ഉണ്ടായിരിക്കുകയും റോമിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്ത ഭക്തിയുള്ള പുരുഷന്മാർ അപ്പോസ്തല പ്രവൃത്തി 2:10 പറയുന്നുണ്ട്. അവർ ചിലപ്പോൾ അവിടെ വന്ന് ഇൻവോൾവ് ചെയ്ത് അവിടെ പ്രവർത്തനത്താൽ അവിടെ ഒരു സഭ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് സങ്കല്പിക്കാം. ആ രീതിയിൽ നമുക്ക് സങ്കല്പിക്കാം, കുഴപ്പമില്ല. കുറച്ച് പേരെങ്കിലും കർത്താവിനെ അറിഞ്ഞു കാണും എന്ന് നമുക്ക് ചിന്തിക്കാം. എന്നാൽ അത്രയും വലിയൊരു ഒരു എഫക്റ്റ് അല്ലെങ്കിൽ അത്രയും വലിയൊരു പ്രവർത്തനം അവിടെ നടന്നോ എന്നും ചിന്തിക്കണം. അപ്പോസ്തലന്മാരുടെ കാലത്ത് റോമാ നഗരം മുഴുവൻ ആകർഷണ കേന്ദ്രമായിരുന്നു. ബിസിനസ്, ഉദ്യോഗം, ധനസമ്പാദനം ആദിയായ കാര്യങ്ങൾക്ക് വേണ്ടി അനേകർ ആ പട്ടണങ്ങളിലേക്ക് കുടിയേറി പാർത്തു. അവരിൽ ചില ക്രിസ്ത്യാനികളും പൗലോസിൻ്റെ വേലയിൽ അന്ത്യോക്യ, കോരിന്ത്, എഫസോസ് എന്നീ പട്ടണങ്ങൾ വെച്ച് മാനസാന്തരപ്പെട്ടവരും ആയിരുന്നു എന്നും ഉള്ളത് തർക്കരഹിതമാണ്. എന്ന് വെച്ചാൽ ഈ സ്ഥലങ്ങളിലെ ഇപ്പോൾ അന്ത്യോക്യയിൽ നിന്ന്, കോരിന്തിൽ നിന്ന്, എഫസോസിൽ നിന്നൊക്കെ പൗലോസിൻ്റെ പ്രവർത്തനത്തിൽ രക്ഷിക്കപ്പെട്ട ചില ക്രിസ്ത്യാനികൾ അവർ ബിസിനസ് സംബന്ധമായും ഉദ്യോഗ സംബന്ധമായും റോമയിൽ വന്നിരുന്നു എന്ന് കാണാം. അതുപോലെ തന്നെ പെന്തിക്കോസ്ത് ദിനത്തിലും കുറേ പേര് അവിടെ നിന്ന് വന്നവർ അവിടെ ഒരു ബേസ് ഇട്ടു എന്നും കാണാം. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടായിരിക്കാം ഈ സഭ ഡെവലപ്പ് ചെയ്തതെന്ന് ചിന്തിക്കാം. അതുകൊണ്ടാണ് അതിനകത്ത് യഹൂദന്മാരും ഉണ്ടായിരുന്നു, ജാതികളും ഉണ്ടായിരുന്നു. നേരത്തെ സംസാരിച്ച പോലെ റോമർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായത്തിൽ നോക്കിയാൽ ആ 3 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസിൻ്റെ ശിഷ്യരും സ്നേഹിതരുമായ റോമിലെ കുടിയേറി പാർത്ത 37 കുറയാതെയുള്ള ആളുകളുടെ പേര് പറയുന്നുണ്ട്. അത് പൗലോസിൻ്റെ സ്നേഹിതരും ഒക്കെ ആയിരുന്നു. അതുപോലെ അവരുടെ സഹപ്രവർത്തകരായ അക്വിലാവ്, പ്രിസ്കില എപ്പോഴും അവർ റോമിൽ താമസമായിരുന്നു എന്നും കാണാം. ഒരുപാട് റെഫറൻസ് പറയാനുണ്ട്. തോമസ് റോമയിൽ ദൈവത്തിന് പ്രിയനും വിളിക്കപ്പെട്ടതുമായിട്ടുള്ള എല്ലാ വിശുദ്ധരും. അതുകൊണ്ട് റോമയുടെ സഭയുടെ ആരംഭം എന്ന് പറയുന്നത്
ഇങ്ങനെ ഇവിടുന്ന് കുടിയേറി പാർത്തവരും അതുപോലെ പെന്തക്കോസ്ത് ദിനത്തിൽ യെരുശലേമിൽ നിന്ന് റോമിലേക്ക് വന്നവരും ആളുകളും കൂടിയുള്ള ഒരു സഭയായിരുന്നു അത്. പൗലോസ് അവിടെ പോയിരുന്നില്ല എന്നും കാണുന്നു. റോമയിലെ സഭയിലെ ചില യഹൂദന്മാർ ഉണ്ടായിരുന്നെങ്കിലും സിംഹഭാവവും പുറജാതികളിൽ നിന്നുണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു റീപ്ലേസ്മെൻറ്റ് തിയറി എന്ന് പറഞ്ഞൊരു ഒരു കാര്യം ശ്രദ്ധേയമായിട്ട് പറയണം. അത് പറയുമ്പോൾ ഇങ്ങനെയാണ്: റോമയിൽ യെരുശലേമിൽ നിന്ന് വന്ന യഹൂദന്മാർ അഭിഷേകം പ്രാപിച്ച്, പെന്തക്കോസ്ത് നാളിൽ അഭിഷേകം പ്രാപിച്ച് വന്ന യഹൂദന്മാർ സഭ തുടങ്ങി. അത് നമുക്കറിയാം, അവിടെ നിന്ന് വലിയ ഇഷ്യൂസ് ഉണ്ട്. യഹൂദന്മാരെ മാത്രമേ അവർ അന്ന് പ്രവേശിച്ചിട്ടുള്ളൂ സഭയിൽ. യഹൂദന്മാർക്ക് മാത്രമേ മെമ്പർഷിപ്പ് ഉള്ളൂ. അതിന് കുറേ കഴിഞ്ഞ് ജാതികൾ രക്ഷിക്കപ്പെട്ട് വരാൻ തുടങ്ങി. അന്നേരം ജ്യൂസും ജെൻറ്റൈൽസും തമ്മിലൊരു മിക്സർ അവിടെ ഉണ്ടായി. അപ്പോസ്തല പ്രവൃത്തി 18 1-2 വാക്യത്തിൽ അവിടെ ക്ലോഡിയസ് എന്ന് പറഞ്ഞൊരു ഭരണാധികാരി റോം ഭരിക്കാനായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യഹൂദന്മാർ റോം വിട്ട് പോകണം. അപ്പോൾ യഹൂദന്മാരെല്ലാം റോം വിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് സഭയിൽ ഇപ്പോഴാരാ ഉള്ളത്? ജെൻറ്റൈൽസ് മാത്രമേ സഭയിൽ ഇപ്പോൾ ഉള്ളൂ. റോം അവരെല്ലാം വിട്ടുപോയി. അപ്പോഴെന്താ സംഭവിക്കുന്നത്? യഹൂദന്മാരായിരുന്നു വാണിജ്യമെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ വാണിജ്യത്തെ എല്ലാം എന്ന് വെച്ചാൽ ബിസിനസ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത യഹൂദന്മാർ അവിടെ വിട്ടുപോയപ്പോഴെന്ത് സംഭവിച്ചു? അവിടെ ബിസിനസ് എല്ലാം തകർന്നു. ബിസിനസ് മറ്റവർക്ക് അത്രയും ട്രെയിൻഡ് അല്ല, ജാതിയിൽ അത്രയും ട്രെയിൻഡ് അല്ല. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇങ്ങനെ പോയാൽ റോമിൻ്റെ കാര്യം കട്ടപ്പുകയാവുമല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ തിരിച്ചു വിളിച്ചു. ആരെ തിരിച്ചു വിളിച്ചു? യഹൂദന്മാരെ തിരിച്ചു വിളിച്ചു. അതിന് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴേ, ഒരു തലമുറ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ജാതികളായിരുന്നു സഭയുടെ ഉത്തരവാദിത്വം. ജാതികൾ യഹൂദന്മാരെ സഭയെ കയറ്റിയില്ല. ഇപ്പോഴേ ഈ സഭ തമ്മിലുള്ള വഴക്കുകളൊക്കെ നടക്കുന്നത് നമുക്കറിയാമല്ലോ. ഒരാൾ പോയി കുറച്ച് നാൾ കഴിഞ്ഞ് അവരുടെ ആരാധനയും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് തിരിച്ചവർ വന്നു കഴിഞ്ഞപ്പോഴേ അവരെ സഭയെ കയറ്റിയില്ല. അതിനിടയിൽ അവിടെ ഒരു തിയറി പ്രചരിച്ചു. അത് റീപ്ലേസ്മെൻറ്റ് തിയറി എന്ന് പറഞ്ഞ്. കാരണം പഴയ നിയമത്തിൽ ദൈവം യഹൂദനെ കണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ അവരെ നീക്കിക്കളഞ്ഞു. ദൈവം അത് റീപ്ലേസ് ചെയ്തു. ജാതികളെയാണ് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ജാതികളെ ഇസ്രായേലാക്കി, ആത്മീയ ഇസ്രായേലാക്കി, ജാതികളെ ആത്മീയ ഇസ്രായേലാക്കി എന്ന് സഭയിൽ പഠിപ്പിച്ചു. അതിന് ക്ലോഡിയസ് അവരെ പുറത്താക്കിയത്, യഹൂദയിൽ നിന്ന് പുറത്താക്കിയത്, എന്നുവെച്ചാൽ ഇസ്രായേലിൽ നിന്ന് റോമയിൽ നിന്ന് പുറത്താക്കിയത് ദൈവ പദ്ധതിയാണ്. കാരണം എന്താണ്? യേശുവിനെ ക്രൂശിച്ച് തറച്ച് കൊന്ന യഹൂദന്മാരെ തള്ളി അത് നമ്മുടെ കാലമാണ് എന്ന് പറഞ്ഞു. യഹൂദന്മാർക്കിനി രക്ഷയില്ല. തിരിച്ചു വന്ന യഹൂദന്മാരെ അവർ പള്ളിയിൽ കയറ്റിയില്ല. പൗലോസ് ഈ വിവരം അറിഞ്ഞു. പൗലോസ് ഇത് അക്വില പ്രിസ്കില വഴി അറിഞ്ഞ്, പൗലോസ് യഹൂദനാണല്ലോ, തങ്ങളുടെ ബന്ധുക്കളും സഭയിലെ ഉണ്ടായിരുന്നവരെയൊക്കെ പുറത്താക്കി അവിടെ ഒരു ഡിവിഷൻ ഉണ്ടായി. അതുകൊണ്ട് ഈ ഡിവിഷൻ മാറ്റാനായിട്ടും കൂടിയാണ് ഈ ലേഖനം എഴുതിയത്. റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. അത് പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാവും. ഈ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ 1 തൊട്ട് 8 വരെയുള്ള അധ്യായങ്ങൾ വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവവുമായിട്ടുള്ള നേരിട്ടുള്ള വെർട്ടിക്കൽ റിലേഷൻഷിപ്പ്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ 9 മുതൽ 16 വരെ ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ് വിത്ത് പീപ്പിൾ. പൗലോസ് ആ രീതിയിലും കൂടിയാണ് ലേഖനം എഴുതുന്നത്. ദൈവവുമായിട്ടുള്ള വെർട്ടിക്കൽ റിലേഷൻ 1 തൊട്ട് 8 വരെ, 9 തൊട്ട് 16 വരെ ഹൊറിസോണ്ടൽ റിലേഷൻ വിത്ത് ജീസസ്, വിത്ത് ദ പീപ്പിൾ. അന്നേരം വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ എന്ന് പറയും കുരിശിൻ്റെ അടയാളം. അതിനവിടെ കുരിശിൻ്റെ അടയാളം യഹൂദനും ജാതികളും തമ്മിലുള്ള റൈവൽറി ഒഴിവാക്കാൻ വേണ്ടിയും കൂടിയാണ് ഈ ലേഖനം എഴുതിയത് എന്ന് നമുക്കറിയാം. നമ്മുടെ ഇന്നത്തെ സമയം അവസാനിച്ചു. ഇത് റോമൻസിനെ കുറിച്ചും റോമ ലേഖനത്തെക്കുറിച്ചുമുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്. എവിടെ വെച്ചാണ് എഴുതിയതെന്നുള്ളത്. തീർച്ചയായും ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഇതിൻ്റെ പിന്നിൽ ഇത് എഴുതാനായിട്ട് പ്രേരിപ്പിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കണം. തീർച്ചയായും ഇത് നമുക്ക് അനുഗ്രഹമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ.
ദൈവമേ, റോമാലേഖനത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളെ പഠിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ചിന്തകളൊക്കെ ഞങ്ങളെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുന്നതായിരിക്കാൻ കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ആർക്കു വേണ്ടി എഴുതി, അവിടെ സഭ ആരാണ് സ്ഥാപിച്ചത് എന്നുള്ള ചിന്തകളൊക്കെയാണല്ലോ ഞങ്ങൾ ചിന്തിച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം യെരുശലേമിൽ തുടങ്ങി അത് റോമിലേക്ക് വന്നു, അവിടെയും സഭ സ്ഥാപിച്ചു. ഇന്നും കർത്താവെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പല സ്ഥലങ്ങളിലും ഇന്നും കൂടിവരവെ സഭകളെ സ്ഥാപിക്കപ്പെടുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നിൻ്റെ ആത്മാവ് കർത്താവെ എപ്പോഴും പ്രവർത്തനാത്മകമായിരിക്കുന്ന ഒന്നാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളും കർത്താവെ നിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ഞങ്ങൾ കാണുന്നു. കർത്താവെ, പലതരമായിട്ടുള്ള രീതിയിലെ പ്രയാസങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികളെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു, എൻ്റെ ആത്മാവെന്ന് പ്രവർത്തിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാഴ്ചശക്തി കുറഞ്ഞു വരുന്ന ചില ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. കർത്താവെ, ഈ ദിവസങ്ങളിൽ പല ചെക്കിംഗ് ഒക്കെ നടത്തുന്നു, കാഴ്ചശക്തി കുറയുന്നു. കർത്താവെ, ദൈവമേ, ഞരമ്പിൻ്റെ പ്രയാസങ്ങളാണോ എന്നൊന്നും അറിയത്തില്ല. ഞങ്ങളവരെ പ്രത്യേകിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ സഹായിക്കണമേ, നിൻ്റെ വിടുതലയക്കണമേ, കാഴ്ചശക്തിയൊക്കെ തിരികെ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാർക്കിൻസൺ ഡിസീസുമായിട്ട് ഇരിക്കുന്ന ചില ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലെ വലിയ വിടുതൽ നീ അയക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഏതൊക്കെ രീതിയിലുള്ള പ്രയാസങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ നീ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ദൈവമാണ് സ്തോത്രം. എൻ്റെ കരങ്ങളിലേക്ക് ഈ പ്രിയപ്പെട്ടവരെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കിഡ്നി സ്റ്റോണുമായിട്ട് ബുദ്ധിമുട്ടുന്ന ചില ആളുകൾ ഇത് കാണുന്നു. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ അവരെ വിടുവിക്കണമേ. കർത്താവെ, ഈ ദിവസങ്ങളിൽ അതൊക്കെ മാറിപ്പോവാനായിട്ട്, ആ വേദനയും അതുമായിട്ട് ബന്ധപ്പെട്ട് ആ കിഡ്നി സ്റ്റോണൊക്കെ അവിടുന്ന് മാറ്റപ്പെടുവാനായിട്ടും യേശുവെ നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലിയ വിടുതലയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം, അനുഗ്രഹിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് വാച്ച് ചെയ്യണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. അതുപോലെ ആ പ്രെയർ ലൈനിലേക്ക് വിളിച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്, പ്രാർത്ഥിക്കാവുന്നതാണ്. പ്രെയർ റിക്വസ്റ്റുകളും ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.